Hello students, welcome to XandY Learning. Shafeer sir ആണ്. ഇന്നൊരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് മാസങ്ങളായിട്ട് തന്നെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് എൻ്റെ IIT മദ്രാസിലെ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ 5 വർഷം പഠിച്ച ക്യാമ്പസാണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTech പ്ലസ് MTech ഒരുമിച്ച് 5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2011 മുതൽ 2016 വരെയാണ് ഞാൻ IIT മദ്രാസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ XandY ലേണിംഗിലെ ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡൻസും അല്ലാത്ത ആളുകളൊക്കെ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 കോളേജായിട്ട് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കോളേജാണ് IIT മദ്രാസ്. അപ്പോൾ അതിലേക്ക് എത്തണം എന്ന് ഡ്രീം ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്, നമ്മുടെ XandY ലേണിംഗിൻ്റെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ അവരോട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും അതിലൂടെ അവർക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിലെ നമ്പർ 1 കോളേജുകളിലേക്ക് എത്തണം എന്ന ഡ്രീം അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മുടെ അന്നത്തെ എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതി, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് അന്നത്തെ IIT JEE എന്ന് പറയുന്ന എക്സാമാണ് IITകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി എഴുതുന്നത്. സോ അത് പോയിട്ട് എഴുതുന്ന സമയത്ത് അതിന് വേണ്ടിയുള്ള ഒരു സ്പെസിഫിക് പ്രിപ്പറേഷൻ, അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്യാതെ പോയി എഴുതുകയും ആ എക്സാമിന് മിനിമം മാർക്ക് പോലും ഇല്ലാതെ ഡിസ്ക്വാളിഫൈഡ് ആവുകയും ചെയ്തു. ബാക്കി എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ വലിയ കുഴപ്പമില്ലാത്ത മാർക്കും റാങ്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ എക്സാം എഴുതാൻ പോകുന്നത് നമ്മുടെ NIT കാലിക്കറ്റിലാണ്. IITയുടെ എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നത് NIT കാലിക്കറ്റിലാണ്. അപ്പോഴാണ് ആ ഒരു ക്യാമ്പസ് കണ്ട് ആകെ ഷോക്ക്ഡ് ആവുകയാണ്. നമുക്ക് ചുറ്റും നമുക്ക് പരിചയമുള്ള തൊട്ടടുത്തുള്ള ഒരുപാട് കോളേജുകൾ ഉണ്ടായിരിക്കും. ആ കോളേജുകൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നേരെ കയറി ചെല്ലുന്ന ഗേറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് കഴിഞ്ഞാൽ 1-2 ബിൽഡിങ്ങുകൾ, അങ്ങനെ കുറച്ച് ചെറിയൊരു ഏരിയയിൽ ഒതുങ്ങുന്ന കോളേജുകളാണ് കേരളത്തിൽ ബഹുഭൂരിപക്ഷം. അത് മാത്രം കണ്ട് പരിചയിച്ച ഞാൻ NIT കാലിക്കറ്റിൽ ചെന്ന് ആകെ വണ്ടറായി പോവുകയാണ്. ഇത്രയും വിശാലമായ ക്യാമ്പസ്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസ്. അങ്ങനെയാണ് IIT പോലെയുള്ള അല്ലെങ്കിൽ NITs പോലെയുള്ള കോളേജിലേക്ക് എത്തണമെന്ന് പ്ലസ് 2 കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഡ്രീം സെറ്റ് ചെയ്യുന്നതും. ഒരു വർഷം പിന്നെ അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടി വന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ട് എന്ത് സാധിച്ചു, IIT മദ്രാസിൽ അഡ്മിഷൻ നേടാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ചിലപ്പോൾ കുറച്ച് ഡ്യൂറേഷൻ കൂടിയേക്കാം, എന്നാൽ നിങ്ങൾ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോനെ പറ്റിയും അതേപോലെ തന്നെ നിങ്ങളുടെ ഡ്രീം എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ഏതാണ്, നിങ്ങൾ എത്തണമെന്ന് ലക്ഷ്യം വെക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്നുള്ളതൊക്കെ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് എന്ത് ചെയ്യണം, അറിയിക്കാൻ വേണം. അപ്പോൾ എവിടെയാണുള്ളത്, നമ്മുടെ മദ്രാസിലെത്തി. മദ്രാസ് എന്ന് പറയുമ്പോൾ വളരെ തിരക്കേറിയ സിറ്റിയാണ്. ഒരുപാട് വാഹനങ്ങളും ആളുകളും അങ്ങനെ മൊത്തം ബഹളമാണ്, ഫുൾ ടൈം തിരക്കാണ് റോഡുകളൊക്കെ. അത്തരത്തിലുള്ളൊരു സിറ്റി, നല്ല ചൂടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ മദ്രാസ്. അങ്ങനെ മദ്രാസ് അല്ലെങ്കിൽ ചെന്നൈയിലെത്തിയിട്ട് ഈ കോളേജിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ തന്നെ കോളേജിൽ എൻ്റെ റൂംമേറ്റ്സ് ആരൊക്കെയാണ്, അവരുമായിട്ട് അന്ന് ഫേസ്ബുക്ക് ആയിരുന്നു മെയിൻ ചാറ്റിംഗ് ആപ്പ്. ഫേസ്ബുക്കിലൂടെ അവരെ പരിചയപ്പെടാനും അവരെവിടെയാണെന്നുള്ളതൊക്കെ അറിയാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ കോളേജിലെത്തും മുൻപ് തന്നെ റൂംമേറ്റ്സിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാൻ പറ്റിയിരുന്നു. അങ്ങനെ ഞാൻ കോളേജിലെത്തുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുള്ള ഐഡിയാസ് ഇല്ല. IIT മദ്രാസിനെ കുറിച്ചുള്ള ഫോട്ടോസ് മാത്രം കുറച്ചന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് യൂട്യൂബ് ഇത്രയും വികസിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വ്ളോഗുകളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ IIT മദ്രാസിൻ്റെ ഒരു കംപ്ലീറ്റ് ഐഡിയ അല്ലെങ്കിൽ ഫുൾ പിക്ചർ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ മെയിൻ ഗേറ്റ്, IIT മദ്രാസിൻ്റെ മെയിൻ ഗേറ്റ് കടന്നിട്ട് ഏകദേശം നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു നാഷണൽ പാർക്കിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് അവിടെ നിന്ന് കിട്ടുക. പിന്നീടാണ് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്, നമ്മുടെ മെയിൻ ഗേറ്റിൽ നിന്നും ഒരു 3 കിലോമീറ്ററോളം ട്രാവൽ ചെയ്താലാണ് ഹോസ്റ്റൽസും അതുപോലെ ക്ലാസ് റൂമുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തുള്ളൂ. അതിനുവേണ്ടി ഈ ക്യാമ്പസിൽ ഫുൾ ടൈം രാവിലെ മുതൽ വൈകിട്ട് വരെ, രാത്രി വരെ ബസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും മെയിൻ ഗേറ്റിൽ വരുന്ന ആളുകളെ ക്യാമ്പസിലേക്ക് എത്തിക്കാൻ ബസ് സർവീസ്, IIT മദ്രാസിൻ്റെ തന്നെ ബസ് സർവീസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയിരുന്നത് പുറത്തുനിന്ന് വന്നുകൊണ്ട് തന്നെ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓട്ടോയിൽ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് റോഡിൻ്റെ 2 സൈഡിലും നിറയെ കാടാണ്, മരങ്ങളും ഒരുപാട് മൃഗങ്ങളും. അപ്പോൾ ശരിക്കും ഒരു നാഷണൽ പാർക്കിലേക്ക് അല്ലെങ്കിൽ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത്രയും തിരക്കേറിയ ചെന്നൈ പോലുള്ള ഒരു സിറ്റിക്ക് നടുക്ക് ഇത്രയും വിശാലമായ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് IIT മദ്രാസ്. ഇതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള പ്രീമിയർ സ്ഥാപനങ്ങളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് ക്യാമ്പസുകൾ വളരെ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ക്യാമ്പസുകളായിരിക്കും. ഇത്തരം കോളേജുകൾ അല്ലെങ്കിൽ ഈ ഫെസിലിറ്റീസ് നമുക്ക് ഇത്തരം കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടുകയാണെന്നെങ്കിൽ നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ചുറ്റും കാണുന്ന 2 സൈഡിലും കാണുന്നത് എന്താണ്, മരങ്ങളും കാടുകളും മാത്രമല്ല ഒരുപാട് മൃഗങ്ങളെ, മാനുകളെ ഇഷ്ടംപോലെ കാണാം, ഒരുപാട് കുരങ്ങന്മാരെ കാണാം. അപ്പോൾ മാനുകളെയൊക്കെ ക്യാമ്പസും നിറയെ മാനുകളാണ്. അപ്പോൾ മാനുകളെ കണ്ട് ഇപ്പോൾ ഏതെങ്കിലും സൂവിൽ പോകുമ്പോൾ മാനിനെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. കാരണം 5 വർഷം ഇഷ്ടം പോലെ മാനുകളെ കണ്ട് അവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് മാനുകൾ പോലെയുള്ള അതുപോലെ തന്നെ ചില റെയർ ആയിട്ടുള്ള സ്പീഷീസുകൾ അടക്കം ഇതിനകത്ത് കാണാറ്. അപ്പോൾ അതിൻ്റെ കാരണം ചെന്നൈയിലുള്ള ഒരു വലിയൊരു നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിരുന്ന ഒരു 650 ഏക്കർ സ്ഥലം, നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിരുന്ന 650 ഏക്കർ സ്ഥലത്താണ് ഗവൺമെൻറ് ഈ കോളേജ് സ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നേച്ചറിനോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ക്യാമ്പസായിട്ട് IIT മദ്രാസ് നിലനിൽക്കുന്നത്.
അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഈ 2.5 കിലോമീറ്ററിൻ്റെ 2 സൈഡിലും കാടുകൾക്ക് ഒക്കെ ഇടയിൽ തന്നെ നമുക്ക് ഒരുപാട് ക്വാർട്ടേഴ്സുകൾ കാണാം. അവിടുത്തെ പ്രൊഫസേഴ്സ് താമസിക്കുന്ന ഹോസ്റ്റൽസ് കാണാം. അവിടുത്തെ മറ്റ് സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള വീടുകൾ കാണാം. അവിടുത്തെ സ്റ്റാഫുകളുടെ, അവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും അവിടുത്തെ സ്റ്റാഫുകളുടെയും മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ വരെ ഇതിനകത്തുണ്ട്. കേന്ദ്രീയ വിദ്യാലയ പോലുള്ള സ്കൂളുകളടക്കം നമ്മുടെ IIT മദ്രാസ് ക്യാമ്പസിൻ്റെ അകത്തുണ്ട്. അങ്ങനെ നമ്മൾ എത്തുന്നത് നമ്മുടെ ഗജേന്ദ്ര സർക്കിൾ GC എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കാണ്. ഇതാണ് ശരിക്കും ആ ക്യാമ്പസിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ്. ഇവിടെ നിന്ന് 4 സൈഡിലേക്കും റോഡുകളാണ്. ഒന്ന് നമ്മുടെ മെയിൻ ഗേറ്റിൽ നിന്ന് വരുന്ന റോഡ്, ഒന്ന് ഹോസ്റ്റലുകളിലേക്കുള്ള റോഡ്, ഒന്ന് നമ്മുടെ ക്ലാസ് റൂമുകളിലേക്കുള്ള റോഡ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അല്ലെങ്കിൽ പല ഫെസിലിറ്റീസിലേക്കുള്ള റോഡുകളാണ് ഈ GC കാണുക. പലപ്പോഴും നമ്മൾ GC എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് പോയിന്റാണ്. നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയും എവിടെയാണ് നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ GC-ലുണ്ട് പെട്ടെന്ന് വാന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ രാത്രി ആയാലൊക്കെ ആളുകൾ പോയിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ ഗജേന്ദ്ര സർക്കിൾ എന്നുള്ളത്. വളരെ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് രാവിലെയും രാത്രിയും ഒക്കെ ഈ ക്യാമ്പസ് മുഴുവൻ എന്താണ് അവർക്ക് കറങ്ങാനും സംസാരിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഈ ഒരു ക്യാമ്പസിൽ ഉണ്ടായി. പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ഹോസ്റ്റൽസിലേക്കാണ്. ഹോസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ അന്ന് നിരവധി ഹോസ്റ്റൽസ് ഉണ്ടായിരുന്നു. ഇന്ന് അതിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് ഹോസ്റ്റൽസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈ IIT മദ്രാസിലെ ഹോസ്റ്റലുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഇന്ത്യൻ റിവർ നെയിംസ് ആയിരിക്കും. പുഴകളുടെ പേരാണ് ഹോസ്റ്റൽസ് ഉണ്ടായിരുന്നത്. ഞാൻ താമസിച്ചിരുന്നത് നർമ്മദ ഹോസ്റ്റലായിരുന്നു. ഓക്കെ, മന്ദാകിനി ഹോസ്റ്റലാണ് ഈ കാണുന്നത്. പഴയ സെറ്റ് ഓഫ് ഹോസ്റ്റലുകളുടെ ഒരു പ്രത്യേകത, ഒരുപാട് വർഷം മുന്നേ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പഴയ ബിൽഡിങ്ങുകളാണ്. ബട്ട് സ്റ്റിൽ ഓരോ ഹോസ്റ്റലിനും സെപ്പറേറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടുകളും അങ്ങനെ സിംഗിൾ റൂമുകളൊക്കെ ആയിട്ട് വളരെ അടിപൊളി ഹോസ്റ്റൽസ് ആയിരുന്നു പഴയത്. പക്ഷേ പുതിയത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പുതിയ സ്റ്റൈൽ ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾക്ക് തന്നെ ഒരു സിംഗിൾ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ബിൽഡിങ്സ് ആണ് പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയറിൽ എത്തുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലിൽ റൂമിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഇയറിൽ ഒരാൾ ആന്ധ്രാപ്രദേശിലെ ആളായിരുന്നു, ഒരാൾ മഹാരാഷ്ട്രയിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള IIT ആയിരുന്നു അന്ന് IIT മദ്രാസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളികൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ തെറ്റും. അവിടെ മുഴുവൻ ആന്ധ്രാപ്രദേശും തെലങ്കാന പിന്നെ തമിഴ്നാട് നിന്നുള്ളവരുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നുള്ള കുട്ടികളാണ് IITസിൽ മുഴുവൻ ഉള്ളത്. കേരളക്കാർ വളരെ കുറവായിരുന്നു. എൻ്റെ ബാച്ചിൽ 800-ൽ കൂടുതൽ കുട്ടികൾ ആ വർഷം ജോയിൻ ചെയ്തപ്പോൾ അതിൽ വെറും 40-45 ആളുകൾ മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ. അപ്പോൾ ഇത്രയും അടുത്തുള്ള കോളേജിൽ പോലും കേരളത്തിലെ കുട്ടികളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ബാക്കിയുള്ള IITസിലേക്കും NITസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ വളരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഹോസ്റ്റൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി കൂടുതൽ പറയാം. നമുക്ക് എല്ലാ ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ മുതൽ നിങ്ങൾക്ക് സിംഗിൾ റൂമുകളാണ്. അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുണ്ട്. ബാക്കി എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങളുടെ ഹോബീസ് പെർസ്യൂ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. പിന്നെ ഹോസ്റ്റലിൽ തന്നെ ഫുട്ബോൾ ടീമും അതുപോലെ തന്നെ പാട്ടും മറ്റുമൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് അതിന് വേണ്ട ക്ലബ്ബുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു കോമൺ റൂം ഉണ്ടായിരിക്കും. അവിടെ വലിയൊരു TV ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ക്രിക്കറ്റ് മാച്ചും ഫുട്ബോൾ മാച്ചുകളൊക്കെ ഹോസ്റ്റലിലെ ഫാൻസ് മുഴുവൻ ഒരുമിച്ചിരുന്നിട്ടാണ് ഈ വലിയ TV കാണുന്നതും. അതിൻ്റെ ഒരു ആവേശം ഇതെല്ലാം എന്താണ് കോളേജ് ലൈഫിൻ്റെ ഭാഗമായിട്ട് അവിടെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പോകുന്നത് നമ്മുടെ ഭക്ഷണം കഴിക്കണമല്ലോ. ഹോസ്റ്റലിൽ നിന്നാൽ പോയ ഭക്ഷണം കഴിക്കണം. ഇത് നമ്മുടെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സാണ്. ഹിമാലയ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന മെസ്സാണ്. അപ്പോൾ ഇതിൽ പല മെസ്സുകളുണ്ട്. നോർത്ത് ഇന്ത്യൻ മെസ്സ്, സൗത്ത് ഇന്ത്യൻ മെസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല വിഭാഗങ്ങളുണ്ട്. ചില ഹോസ്റ്റൽസിൽ സ്വന്തമായിട്ട് അവിടെ തന്നെ മെസ്സ് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അതിൽ തന്നെ വെജിറ്റേറിയൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ നോൺ വെജ് വേണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള ഓപ്ഷൻസ് ഒക്കെ എന്താണ് മെസ്സിൽ അവൈലബിൾ ആണ്. അതിൻ്റെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാം അവിടെയും എന്താണ് ഒരു ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിച്ച് വന്നിരുന്നിട്ട് രാത്രിയൊക്കെ ഇരുന്നിട്ട് എന്താണ് തമാശ പറയാറുണ്ട്, വലിയ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ക്യാമ്പസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആ സിറ്റിയുടെ യാതൊരു വിധത്തിലുള്ള തിരക്കോ ശബ്ദമോ മലിനീകരണങ്ങളോ ഒന്നും അറിയാതെ സമാധാനമായിട്ട് 5 വർഷം അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന ക്യാമ്പസാണ് IIT മദ്രാസിൻ്റെത്. ഇത് ഞങ്ങളുടെ മെക്കാനിക്കൽ സയൻസസ് ബ്ലോക്ക്. കണ്ടാൽ ഒരു പഴയ ബിൽഡിംഗ് പോലെ ഉണ്ടാകും. കാരണം വേറെ ഒന്നുമില്ല, 50-60 വർഷം മുന്നേ ബിൽഡ് ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ബ്ലോക്കാണിത്. ഇതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും സെപ്പറേറ്റ് ബ്ലോക്കുകളുണ്ട്. പക്ഷേ ക്ലാസ്സുകൾ നടക്കുന്നത് മോസ്റ്റ്ലി ഇവിടെ ആയിരിക്കില്ല. ഇവിടെ നമ്മുടെ പ്രൊഫസേഴ്സും മറ്റ് റിസർച്ച് ഫെസിലിറ്റീസൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളാണ്. ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, വേറെ ക്ലാസ് റൂം കോംപ്ലക്സുകൾ എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബിൽഡിങ്ങുകളുണ്ട്. എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ളതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ക്ലാസ് റൂമുകൾ ഉണ്ട്. ഇനി അവിടെ എന്താണ് നമ്മളത് വൻ പഠിത്തമുള്ള ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ആക്ച്വലി എന്താണ് എക്സാമിൻ്റെ തലേ ദിവസം മാക്സിമം പഠിച്ചുകൊണ്ട് രാവിലെ പോയി പരീക്ഷ എഴുതണം. അതിൻ്റെ തിരക്കാണ് എല്ലാവരും. അപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യാണ്, വളരെ അച്ചടക്കത്തോടു കൂടി പോസ് ചെയ്യുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. ഈ ഫോട്ടോ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിന്നെ ഫുൾ സംസാരമൊക്കെ ആയിട്ടോ. അപ്പം അവിടെ എന്താണ് പഠനം തീർച്ചയായിട്ടും പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. എക്സാമുകളുണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ടായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എഞ്ചിനീയറിംഗിൻ്റെ ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ടായാലും ഒരുപാട് മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. ഇതെല്ലാം വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, പഠിക്കാൻ വേണം. IITയിൽ എത്തി എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാനൊന്നും കഴിയില്ല. അവിടെ എല്ലാ സെമസ്റ്ററിലും ഇത്ര നമ്പർ ഓഫ് ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക വേണം.
അത് കൂടാതെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും ഫ്രണ്ട്സുമായിട്ടുള്ള കളിയും ചിരിയും ബർത്ത്ഡേ സെലിബ്രേഷൻസും ഹോളി സെലിബ്രേഷൻസും പിന്നെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഉടായ്പ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ ആക്ച്വലി ചെയ്തതല്ല, വെറുതെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ ആർക്കും ഇതുവരെ കാണിച്ചു കൊടുക്കാത്ത ഫോട്ടോസാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് എന്തുണ്ട് കോളേജിലുണ്ട്. അവിടെ IIT എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലുണ്ടാവുക അവിടെ ബുജികൾ പുസ്തകം മാത്രം നോക്കിയിരിക്കുന്നു, അങ്ങനെയല്ല. അവിടുത്തെ ക്ലാസ് റൂമിൻ്റെ ഷെഡ്യൂൾ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെയാണ് നമുക്ക് മെയിൻലി ക്ലാസ് ഉണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീസ് പർസ്യൂ ചെയ്യാം, സ്പോർട്സ് ടീമിലുള്ള ആളുകൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും നിങ്ങളുടെ മുന്നിലുണ്ട്. അത് മാത്രമല്ല ഒരു വർഷം നമുക്ക് ഒരു 160 to 180 വർക്കിംഗ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. ബാക്കി ദിവസങ്ങളിലൊക്കെ ഒരുപാട് ഹോളിഡേയ്സും പിന്നെ 4 മാസത്തോളം വരുന്ന ടോട്ടൽ വെക്കേഷൻ ഒരു വർഷം വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. ഏതെങ്കിലും കമ്പനിയിൽ പോയിട്ട് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെറിയ പെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പുകൾ സെക്കൻഡ് ഇയറും തേർഡ് ഇയറിലൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ നമുക്ക് വെറും ഇപ്പം കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ദിവസങ്ങളിൽ എന്താണ് ക്ലാസ് ആണ്. പക്ഷെ അതിന് പകരം ക്ലാസ്സുകളൊക്കെ വളരെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്തുകൊണ്ട് ബാക്കി കുട്ടികൾക്ക് അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ കരിയറും അവരുടെ ഹോബീസും അവരുടെ ഇൻട്രസ്റ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സമയവും അവസരമൊക്കെ IIT മദ്രാസ് പോലെയുള്ള കോളേജുകൾ നിങ്ങൾക്ക് തരും. ഇനി ഇവിടുത്തെ മറ്റ് ഫെസിലിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഈ കാണുന്നതിൽ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നീന്താൻ അറിയാത്ത ആളുകൾക്കുള്ള ഷാലോ പൂളാണ്. അത് തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ പൂളിനേക്കാളും വലുതാണത്. ഇനി നീന്തൽ അറിയുന്ന അല്ലെങ്കിൽ സ്പോർട്സ് ഈ ഒരു സ്വിമ്മിങ് അത്ലറ്റിക്സിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർലി സ്വിമ്മിങ് അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പൂളാണ് ആ കാണുന്നത്. 50 മീറ്റർ നീളമുള്ള ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 4.5 മീറ്ററിൽ കൂടുതലാണ്. 4.5 മീറ്ററിൽ കൂടുതൽ ഡെപ്ത് ആണ് ആ പൂളിനുള്ളത്. അതിലൊക്കെ പോയിട്ട് അതിൻ്റെ ഏറ്റവും താഴെ പോയിട്ട് കിടക്കുക, എഴുന്നേറ്റ് വരിക, ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ആയിരുന്നു സ്വിമ്മിംഗ് പൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി മോസ്റ്റ്ലി എന്തായിരിക്കും, സ്വിമ്മിംഗ് പൂൾ തന്നെ ആയിരിക്കും. ഇവിടെ വാട്ടർ പോളോ പോലെയുള്ള അതുപോലെ തന്നെ സ്വിമ്മിങ്ങിൻ്റെ മറ്റു കോമ്പറ്റീഷൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇന്റർ IIT പോലെയുള്ള കോളേജുകളൊക്കെ കോമ്പറ്റീഷൻസിലൊക്കെ ഇവിടെ നടത്താറുണ്ട്. ഓക്കെ, പിന്നെ ഇൻഡോർ ആയിട്ടുള്ള ബാഡ്മിൻ്റൺ കോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ സിന്തറ്റിക് അത്ലറ്റിക്സ് ഗ്രൗണ്ട് ഉണ്ട്. ഇത് നിങ്ങൾ സ്പ്രിൻ്റർ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അത്ലറ്റിക്സിൽ ഐറ്റംസിലൊക്കെ നിങ്ങൾക്ക് പർസ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതൊക്കെ IIT കോളേജ് ലെവൽ കോമ്പറ്റീഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ മറ്റ് IITകളെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഇന്റർ IIT കോമ്പറ്റീഷൻസിലേക്ക് അടക്കം നിങ്ങൾക്ക് IIT മദ്രാസിന് അല്ലെങ്കിൽ ഏത് കോളേജ് ആണെങ്കിലും അതിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. അതുപോലെ ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ എല്ലാം ഒരു നാഷണൽ ലെവലിലുള്ള ഫെസിലിറ്റീസ് ആണ് സ്പോർട്സ് ഐറ്റംസിനൊക്കെ IIT മദ്രാസിലുള്ളത്. അല്ലാതെ ഇവിടെ എന്ത് മാത്രമല്ല, ക്ലാസ് റൂമുകളും ബുക്കുകളും മാത്രമല്ല IITസിലുള്ളത്. ഈ കാണുന്നത് നമ്മുടെ കെംപ്ലാസ്റ്റ് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. അതായത് ശരിക്കും ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ ഓൾമോസ്റ്റ് സെയിം സൈസുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ട്, അത് പ്രോപ്പർ പിച്ചും പവലിയനും അടക്കമുള്ള പ്രാക്ടീസ് നെറ്റുകൾ അടക്കമുള്ള ഗ്രൗണ്ടാണിത്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ക്രിക്കറ്റ് കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കാറുള്ളത്. നമ്മുടെ 2011 വേൾഡ് കപ്പിലെ ഇന്ത്യൻ ടീം, അന്ന് ഇന്ത്യയിലായിരുന്നു വേൾഡ് കപ്പ് നടന്നിരുന്നത്. അപ്പോൾ ചെന്നൈയിൽ ഒരു മാച്ചിന് മുന്നേ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ടീം വന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ. ഓക്കെ, ഇത് നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇവിടെയാണ് പിന്നെയും ഞാൻ സ്വിമ്മിംഗ് പൂൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ചെങ്കിലൊക്കെ ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഈ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. അപ്പോൾ അവിടെയും വളരെ ആവേശം ഉള്ള കോമ്പറ്റീഷൻസ് എന്ത് ചെയ്യാറുണ്ട്, ത്രൂ ഔട്ട് ദ ഇയർ നടക്കാറുണ്ട്. ഓക്കെ, ഇത് കൂടാതെ തന്നെ നമ്മുടെ ശാസ്ത്ര സാരംഗ് പോലെയുള്ള ടെക്നിക്കൽ ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിവൽസ്, അതിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് സ്പോർട്സ് ഒന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് ടെക്നോളജിയാണ് ഇഷ്ടം, നിങ്ങൾക്ക് റോബോട്ട് ബിൽഡ് ചെയ്യണം, റോബോട്ടിക് ആയിട്ടുള്ള ഐറ്റംസിൽ ഇവൻറ്റിൽ പങ്കെടുക്കണം, നിങ്ങൾക്ക് കാറുകൾ ബിൽഡ് ചെയ്തുകൊണ്ട് ആ കോമ്പറ്റീഷൻസ് പങ്കെടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള സെൻറ്റർ ഫോർ ഇന്നൊവേഷൻ എന്ന് പറയുന്ന സ്ഥാപനം IIT മദ്രാസിലുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ സാരംഗ് പോലെയുള്ള കൾച്ചറൽ ഫെസ്റ്റിവൽ, ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്ന് കോൺസേർട്ടുകൾ അവതരിപ്പിക്കുന്ന സാരംഗ് പോലെയുള്ള ഫെസ്റ്റിവൽസ്, അതിൽ തന്നെ വെറൈറ്റി ഓഫ് കോമ്പറ്റീഷൻസ് ഉണ്ടായിരിക്കും. ഈവൻ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കേരളത്തിൽ നിന്നടക്കം പല ആളുകളും പല കോളേജിലെ കുട്ടികളും ശാസ്ത്രയിലും സാരംഗിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പോൾ അത്രയും വലിയ കോമ്പറ്റീഷൻ, അത്രയും ഗ്രാൻഡ് സ്കെയിലിൽ നടക്കുന്ന പ്രോഗ്രാമുകളാണ് ഇയർലി IIT മദ്രാസിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഈ നാഷണൽ ലെവൽ കോളേജുകളിലുള്ളത്. ഇതൊന്നും നമ്മുടെ ഒരു കേരളത്തിലുള്ള ഒരു നോർമൽ കോളേജുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത്രയും അടിപൊളിയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഫോറിൻ കൺട്രീസിൽ പോയിട്ട് IIT മദ്രാസിൽ തന്നെ പഠിച്ച് ഫോറിൻ കൺട്രീസിൽ പോയിട്ട് അവിടെ PhD ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ് ഇവിടെ പ്രൊഫസേഴ്സ് ആയിട്ടുള്ളത്. വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു അലുമിനി നെറ്റ്വർക്ക്, അതായത് ഇവിടെ പഠിച്ചിറങ്ങിയ ആളുകൾ പല മൾട്ടിനാഷണൽ കമ്പനീസിലും ഹൈ പൊസിഷൻസിൽ ജോലി ചെയ്യുന്നവരുണ്ട്. വേൾഡിലെ തന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ ഹയർ സ്റ്റഡീസ് ചെയ്യുന്ന ആളുകളുണ്ട്, PhD ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല ഫീൽഡുകളിലും നിങ്ങൾക്ക് കേട്ടിട്ടുള്ള പല ഫേമസ് ആയിട്ടുള്ള പേരുകൾ, നമ്മുടെ സുന്ദർ പിച്ചൈ പോലെ, അരവിന്ദ് കെജ്രിവാൾ, റോമൻ സൈനി, രഘുരാം രാജൻ, ഇങ്ങനെ പല ആളുകളും എന്താണ് പല IITകളിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എല്ലാവരും നേരെ അവർ പഠിച്ച എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് മാത്രം ജോലിക്ക് പോകാന്നുള്ളതല്ല. നിങ്ങൾക്ക് വേൾഡിലെ ബെസ്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്, ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ്, അതിന് വേണ്ട
എല്ലാ കോൺടാക്റ്റുകളും അലുമിനി നെറ്റ്വർക്കും IITസും NITസും പോലെയുള്ള കോളേജുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിൽ കോർ എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ അതിൽ പോകാറുണ്ട്. വേറെ ഒരുപാട് നോൺ കോർ റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ, IT റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ, ഇങ്ങനെ പല ഫീൽഡിലേക്കും കരിയർ സ്വിച്ച് ചെയ്യുന്ന ആളുകളെയും എൻ്റെ ബാച്ചിലടക്കം ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 5 വർഷത്തെ പഠനത്തിന് ശേഷം ഡിഗ്രി കൈവരിക്കുകയാണ്, ഏറ്റുവാങ്ങുകയാണ്. MTech ആൻഡ് BTech 2 ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം പാരൻസിൻ്റെ കൂടെ ഫൈനൽ കോൺവക്കേഷൻ ഡേയിൽ. സോ 5 ഇയർ എക്സ്പീരിയൻസ് എന്നുള്ളത് വളരെ ഷോർട്ടാക്കിയിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ത് ചെയ്യണം, കമൻറ്റിൽ തീർച്ചയായിട്ടും അറിയിക്കണം. ഇനി അത് കൂടാതെ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, നമുക്കറിയാം IITസിലൊക്കെ NITസിലൊക്കെ ഏറ്റവും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റ്സ് ആണ് അല്ലേ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി കിട്ടാനുള്ള അവസരം, ഫൈനൽ ഇയറിൽ പ്ലേസ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് കമ്പനികൾ വന്ന് നിങ്ങളെ ഹയർ ചെയ്യും. അതുകൂടാതെ 3rd ഇയറിലൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് അവിടുന്ന് PPO പ്രീ പ്ലേസ്മെന്റ് ഓഫർ കിട്ടുന്ന സ്റ്റുഡൻസ് അടക്കമുണ്ട്. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. എന്ന് വെച്ചാൽ 3rd ഇയറിൽ തന്നെ അവർ ഒരു 3 മാസത്തെ ഇന്റേൺഷിപ്പിന് പോയിട്ട് അവർക്ക് ഒരു ഫുൾ ജോബ് ഓഫർ എന്ത് ചെയ്യാണ് കിട്ടുകയാണ്. അവർ പിന്നെ 4th ഇയറിൽ പ്ലേസ്മെന്റിനോ മറ്റോ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട ശ്രമിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഈ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 കോളേജുകളിൽ തന്നെ പോകണം. ഓക്കെ, ഇത് IITM റിസർച്ച് പാർക്കാണ്. IIT മദ്രാസിന്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ്. IIT മദ്രാസിൽ നിന്ന് നിങ്ങൾക്കൊരു, ഇനി ഇതൊക്കെ പോട്ടെ, ജോലിയൊക്കെ പോട്ടെ, നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾക്കൊരു ഓൺട്രപ്രനർ ആവണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം IIT റിസർച്ച് പാർക്കിൽ ഉണ്ടായിരിക്കും. ഒരുപാട് കമ്പനികൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അവിടെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൻ IIT മദ്രാസിൽ ഒരുപാട് സ്റ്റുഡൻസിന് ഈ ഒരു IITM റിസർച്ച് പാർക്കിൽ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങൾ ലോകത്തെ ആരായി തീരണം, ഏത് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് എത്തണം, ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങളെ തന്നെ സെൽഫ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു അവസരം ഈ IIT മദ്രാസ് പോലുള്ള കോളേജുകൾ നിങ്ങൾക്ക് തരും. അത് വിദേശത്ത് പോയിട്ട് PhD കംപ്ലീറ്റ് ചെയ്യുന്നതാവാം, ഇന്ത്യയിൽ തന്നെ നല്ല കമ്പനികളിൽ ജോലി ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കൊണ്ട് മറ്റ് ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന അവസരങ്ങളാവാം. ഇങ്ങനെ ഏതാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ട എല്ലാ പ്ലാറ്റ്ഫോമും IIT മദ്രാസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ എൻ്റെ ആണ്, മേ ബി ഓൾറെഡി ടു ലോങ് ആയി കാണും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കണം. ഇതുപോലത്തെ കോളേജിൽ പഠിക്കാൻ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ? നിങ്ങളുടെ ഡ്രീം കോളേജ് ഏതാണ്, ഡ്രീം പ്രൊഫഷൻ ഏതാണ്, നിങ്ങൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന പൊസിഷൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ വീഡിയോയുടെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സിനും നിങ്ങളുടെ ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.